പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. നേരത്തെ 1-2 എപ്പിസോഡ് നമ്മൾ കേട്ടു. അപ്പോൾ മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലാണെന്ന് ആർക്ക് വെളിപ്പെട്ടു? അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ആ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ല് യേശുക്രിസ്തുവാണെന്ന് അവർ വെളിപ്പെടുത്തിയത്. പത്രോസും പൗലൂസും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് ആ കല്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയം പൗലൂസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഇവിടെ കാണുന്നത് യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, അത് മൂലക്കല്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാന കല്ലിനെ കുറിച്ച് ഇവിടെ പറയുക. വേറൊരു ഭാഷാ രീതിയിൽ അത് പറയുന്നതേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം കല്ലിന്മേൽ എന്ത് ചെയ്യുന്നു? ആ കല്ലിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. അപ്പോൾ അതിൽ എന്തുകൊണ്ട് പണിയാം? പൊന്ന് കൊണ്ട് പണിയാം, വെള്ളി കൊണ്ട് പണിയാം, കല്ല് കൊണ്ട് പണിയാം, മരം കൊണ്ട് പണിയാം, പുല്ല് കൊണ്ട് പണിയാം, വൈക്കോൽ കൊണ്ട് പണിയാം. എന്നാൽ ഇവിടെ വിലയേറിയ കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് പത്രോസ് പറയുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല. ഇത് പല പ്രാവശ്യം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായി പറയുന്നേ. എത്ര കേട്ടാലും മനസ്സിലാകാത്ത നമ്മുടെ തലയിലോട്ട് പല പ്രാവശ്യം കേൾക്കുമ്പോഴെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം. ഏതാണ് ഈ കല്ല്? പൗലൂസ് പറയുന്ന കല്ലേതാ? പത്രോസ് പറയുന്ന കല്ലേതാ? യെശയ്യാവ് പറയുന്ന കല്ലേതാ? ദാവീദ് പറയുന്ന കല്ലേതാ? ഇതെല്ലാം ഒന്ന് തന്നെ. ദാനിയേൽ പ്രവചനം 2 പറയുന്ന കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലേതാ? അത് യേശുക്രിസ്തു ആണ്. ഈ വചന വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിലോട്ട് കയറിയാലേ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ, നമ്മൾ ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. പുതിയ നിയമ വിശ്വാസി യേശുക്രിസ്തുവുമായിട്ട് ബന്ധത്തിലായിരിക്കുന്നൊരു വിശ്വാസിയാണ്. യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലോട് ചേർത്ത് പണിയപ്പെടുന്നൊരു കല്ലാണ് പുതിയ നിയമ വിശ്വാസി. എന്തിനാ പണിയപ്പെടുന്നത്? ആ കല്ലിൻ്റെ സ്വഭാവം, അതിൻ്റെ ഭാവം, അതിൻ്റെ മനസ്സ് നമ്മളിലേക്ക് വരണം. അതിനാണ് ഈ പണി, അതിനാണ് ഈ ഉപദേശം. ആ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുള്ളെന്നായി പറയണേ. സങ്കീർത്തനം വായിക്കുന്നവരോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. സങ്കീർത്തനത്തിലെ പല കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൂലക്കല്ല് യേശുക്രിസ്തുവാണ്. സങ്കീർത്തനത്തിൽ ഞാൻ അടുത്ത് പറഞ്ഞില്ലേ? പഴയ നിമിത്തത്തിൽ യെശയ്യാ പ്രവചനത്തിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ അവിടെ നിന്ന് എടുക്കാവുള്ളൂ. കാരണം അത് വേറൊരു ജനതയ്ക്കുള്ള പ്രമാണമാണ്, വേറൊരു വ്യവസ്ഥിതിയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് വാദിക്കുന്ന ഒരു പ്രമാണമാണത്. അത് ആ നിലയിൽ നമ്മൾ ഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹൃദയ കണ്ണ് കുരുടായിപ്പോവും. അത് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പഴയ നിയമം വായിക്കുമ്പോൾ മൂടുവിടം വീഴുക. എന്താ അർത്ഥം? ഹൃദയ കണ്ണ് കുരുടായി പോവുക. അതാണ് PM ജോസഫ് പാസ്റ്റർ പറഞ്ഞ് മരിച്ചത്, IPCയിലെ പ്രസിദ്ധനായ പാസ്റ്റർ. സങ്കീർത്തന ഭാഗം ഇല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. ഞാനും അങ്ങനെ തന്നെ പറയുക. സങ്കീർത്തന ഭാഗം ഇല്ലെങ്കിൽ ഇന്നത്തെ പ്രസ്ഥാനങ്ങളൊക്കെ കിടക്കുന്ന പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. അവർക്ക് സങ്കീർത്തന പ്രസംഗം. സങ്കീർത്തന വ്യാഖ്യാന പുസ്തകം മേടിച്ച് വെച്ചിരിക്കുക. ആരോഹണഗീതം, അവരോഹണഗീതം, ഇതിങ്ങനെ പാടി 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 കേൾപ്പിച്ച് ജനവും അവരും ഒന്നിച്ച് ഒരു ഗുണമില്ല, നിലവാരമില്ലാത്ത വിശ്വാസികളായി മാറിക്കഴിഞ്ഞു. ഒരു വ്യത്യാസമുണ്ടാകണം. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിത് ആ കല്ലിൻ്റെ ഭാവവും മനസ്സും സ്വഭാവവും നമ്മളിലേക്ക് ഉണ്ടാകണം. അതിനാണ് ആ കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന ഒരു പുതിയ നിയമ വിശ്വാസിയാണ് ഒരു കല്ല്, ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതൽ എന്നാണ് വചനത്തിലൂടെയുള്ള പഠിപ്പിക്കൽ. അത് ഇനിയെങ്കിലും അത് കേട്ടൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്നത് യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ഏതാ? മൂലക്കല്ലാകുന്ന യേശുക്രിസ്തു ആകുന്ന അടിസ്ഥാനക്കല്ല്. ആ അടിസ്ഥാനത്തിന്മേൽ എന്തൊക്കെ കൊണ്ട് പണിയാം? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. അപ്പോൾ പൊന്നും വെള്ളിയും മരം, പുല്ല്, വൈക്കോൽ കൊണ്ടുള്ള പണി ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് നല്ല ചപ്പും ചവറും ഒക്കെ വെച്ച് പണിയുക. അതൊന്നും ഗുണമാകത്തില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്,
അതാണ് പത്രോസിലെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയാ? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ആത്മീക ജീവനുണ്ടാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഒരു പ്രയോഗം കിടപ്പുണ്ട്. ഞാനത് നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ആത്മീകമായ ജീവൻ ആദാമ്യ പാപനിമിത്തം മരിച്ചു കിടക്കുന്ന മാനവജാതിക്ക് എങ്ങനെ ജീവനുണ്ടാകും? യേശുക്രിസ്തുവാണ് ഏക രക്ഷിതാവ്, യേശുക്രിസ്തുവാണ് ഏക കർത്താവെന്ന്, യേശുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് നീതിക്കായി ഏറ്റുപറയുമ്പോഴാണ് ആത്മീക ജീവൻ നമ്മളിൽ വരുന്നത്. സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു, യേശുവിലാണ് പാപമോചനം. യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലൂടെയാണ് പാപമോചനം കിട്ടുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1. ലംഘനം ക്ഷമിക്കപ്പെടുന്നു. യഹൂദന്മാർ ചെയ്ത ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. കാളക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും പ്രാവ് കുഞ്ഞിൻ്റെയും രക്തത്തിലൂടെ യഹൂദന്മാർ അവരവർ ചെയ്ത പാപത്തിന് ഏറ്റ നിലയിലുള്ള യാഗമൃഗം അറുക്കപ്പെട്ടതിൻ്റെ ചോര വീഴുന്നതിലൂടെ അവരുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു? മറയ്ക്കപ്പെടുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് പാപം മോചിക്കപ്പെടുന്നു. മർക്കോസ് 2:5-10. സ്തോത്രം. മകനേ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. 4 പേര് പക്ഷപാതക്കാരനെ കെട്ടിയെടുത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടപ്പോൾ യേശു പറഞ്ഞതാ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മർക്കോസ് 2:5, 2:10 ഞാൻ എപ്പോഴും പറയുന്ന ഭാഗങ്ങളാണ്. മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. യേശുക്രിസ്തുവിനാണ് പാപമോചനം. ലോകത്തിൽ ഏത് ജാതികളാകട്ടെ, ഏത് മതക്കാരാകട്ടെ, ഏത് ഭാഷക്കാരാകട്ടെ, ഏത് വംശക്കാരാകട്ടെ, എത്ര കോടീശ്വരനും ധനവാനും സമ്പന്നനും കുചേലനും കുബേരനും ആരും ആയിക്കൊള്ളട്ടെ, പാപമോചനം യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. അല്ലാതെ ആർക്കും പാപമോചനം കിട്ടത്തില്ല. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നു. പാപമോചനം കിട്ടുന്നില്ല. നമസ്സോമ ജ്യോതിർഗമയ അസത്തോമ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ. അസത്യത്തിൽ ജീവിച്ച് ഞങ്ങൾ മരിക്കുന്നു ദൈവമേ. അസത്തോമാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ. മരണകരമായ അവസ്ഥയിൽ ജീവിച്ച് ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അസത്തോമാ സദ്ഗമയ, അസത്യത്തിൽ ജീവിച്ച് ഞങ്ങൾ മരിക്കുന്നു. മൃത്യോർമാ അമൃതം ഗമയ, മരണകരമായ അവസ്ഥയിൽ ഞങ്ങൾ ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. മൃത്യോർമാ അമൃതം ഗമയ, മരണകരമായ അവസ്ഥയിൽ ജീവിച്ച് ഞങ്ങൾ മരിക്കുന്നു. തമസ്, ഇരുട്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനം എന്ന് പറഞ്ഞു. മൃത്യോർമ അമൃതം ഗമയ, ഞങ്ങൾ മരണകരമായ അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു. ഞങ്ങൾക്ക് ജീവൻ തരണമേ, അമൃത തന്ന് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് ഒക്കെ പറയുന്ന പോലെ അമൃതം ഗമയ, മരണകരമായ അവസ്ഥയിൽ നിങ്ങൾ രക്ഷിക്കണമേ. പ്രിയ ദൈവമക്കളെ, ഹൈന്ദവ മുനിമാർ പാടി പാടി അവർ ആ വാചകങ്ങൾ ചൊല്ലി ചൊല്ലി ചിതൽപുറ്റായി മരിച്ചെന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാമിമാരൊക്കെ പർവ്വത മലയോരങ്ങളിൽ പോയിരുന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങനെ മരിച്ചു. തമസ്സോമ ജ്യോതിർഗമയ അസത്തോമ സദ്ഗമയ മൃത്യോർമ അമൃതഗമയ. ഒരു രക്ഷയുണ്ടായില്ല. അവരുടെ ഇരുട്ട് മാറിയില്ല, അവരുടെ മരണം മാറിയില്ല, അവരുടെ ജീവൻ അവർക്ക് കിട്ടിയില്ല. അവരെല്ലാം പ്രാർത്ഥിച്ച് ചിതൽപുറ്റുകളായി നശിച്ച് നരകാഗ്നിയിലേക്ക് പോയി. ആ സ്ഥാനത്താണ് കർത്താവിൽ വിശ്വസിച്ച്
ജീവൻ പ്രാപിക്കാനും വെളിച്ചം പ്രാപിക്കുവാനും നിത്യജീവനിലേക്കുള്ള വചനങ്ങൾ ലഭിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. അതുകൊണ്ട് തുലച്ചു കളയരുത്. ഈ പഥ്യവചനം, പഥ്യോപദേശം നശിപ്പിച്ച് കളയരുത്, കുടിച്ചു മൂടി കളയരുത്. ഞാൻ കൈകൂപ്പി വിളിച്ചു പറയുക, ഗലീല പ്രദേശങ്ങളിൽ ഇരുണ്ട പ്രദേശങ്ങളായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായി 4-ൽ സബുലൂൻ ദേശവും നാഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇരുണ്ട ഭൂഖണ്ഡത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ ചവിട്ടിയപ്പോൾ അത് പ്രകാശപൂരിതമായി മാറി. എങ്ങനെ പ്രകാശപൂരിതം? ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുവായ് മൊഴി പറഞ്ഞ് കേട്ട് വിശ്വസിച്ച ആ കർത്താവിൻ്റെ ശിഷ്യന്മാരായ മുക്കുവന്മാര് ആ വചനങ്ങൾ വിശ്വസിച്ചപ്പോൾ അവർക്കാരായി മാറി? അവർ പ്രകാശധാരകളായി മാറി. ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളായി മാറി. 12 ശിഷ്യന്മാർ ലോകം മുഴുവൻ പോയി പ്രസംഗിച്ച് ക്രിസ്ത്യാനിത്വം ഉണ്ടായി. ആ ക്രിസ്ത്യാനികൾ ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ക്രിസ്ത്യാനികളാണ്. പക്ഷെ ഗുണം പിടിക്കാത്ത ക്രിസ്ത്യാനികളാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ച് കളയരുത്. അതിൻ്റെ നടുവിൽ നിന്നാണ് ഈ പഥ്യവചനം, പഥ്യോപദേശത്തിലൂടെ ദൈവം നമ്മെ വേർതിരിച്ച് ദൈവസഭയ്ക്ക് സഫലന്മാരാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ച് കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ മൂലക്കല്ലായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവൻ പ്രാപിച്ച കല്ലുകളായി മാറുകയാണ്. ജീവൻ പ്രാപിച്ച കല്ലുകളായി തീരുമ്പോഴാണ് ആ കല്ലുകൾക്ക് ദൈവരാജ്യം, സ്വർഗരാജ്യം പ്രാപിക്കാൻ കഴിയുന്നത്. അതാ ഇവിടെ പത്രോസ് പറയുന്നത്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക പുരോഹിത വർഗമാകേണ്ടതിന്, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ല് സിയോനിലിടുന്നു. സങ്കീർത്തനത്തിൻ്റെ പ്രയോഗമാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്നവനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഏത് മാന്യത? കർത്താവിനുള്ള മാന്യത ദൈവമക്കൾക്കുണ്ട്. ഇന്നത് കൊണ്ടൊന്ന് കുഴിച്ചു മൂടിയിട്ടിരിക്കുക. വചനവ്യവസ്ഥ പ്രകാരമല്ലാത്ത ശുശ്രൂഷകൾ ചെയ്ത് ഈ ന്യൂ ജനറേഷൻ സഹോദരന്മാര് ദൈവസഭയുടെ മഹത്തരമായ ഉപദേശത്തെ കുഴിച്ചു മൂടി സാത്താൻ്റെ ഉപദേശങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും എന്ന് വേണ്ട വചനവിരുദ്ധമായ പലതും ചെയ്ത് ആ മാന്യത മുഴുവൻ നഷ്ടപ്പെടുത്തി. യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകൾക്ക് ആ മാന്യതയുണ്ട്. പത്രോസിനും പൗലോസിനും യോഹന്നാനും യാക്കോബിനും പണവും വിദ്യാഭ്യാസവും മറ്റ് സംസ്കാരങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും അവർക്ക് യേശുവിനെ പോലെ അവരായിത്തീർന്നു. പത്രോസിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. നീയും അവനോട് കൂടിയുള്ളവൻ, നിന്റെ വാക്കും ഉച്ചാരണവും അത് വെളിവാക്കുന്നു. 3.5 വർഷം കൂടെ നടന്നപ്പോൾ ഭാഷാ ശൈലി പോലും മാറി, ഉച്ചാരണ ശൈലികൾ മാറി. 10-50 വർഷമായിട്ട് ഇന്നും വ്യത്യാസം വന്നിട്ടില്ലല്ലോ. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ പിടിച്ചോണം, അവനാണ് യേശു. വേഷത്തിൽ അവരെല്ലാം ഒരുപോലെയായി മാറി. ഇന്നത്തെ പാസ്റ്റർമാരും ഇന്നത്തെ സഹോദരന്മാരെയും സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഏതൊക്കെ വേഷവിധാനങ്ങളാണ്, ഏതൊക്കെ കോലങ്ങളിലാണ് അവർ കൂട്ടായ്മകൾക്ക് വരുന്നത്. അണിഞ്ഞൊരുങ്ങി, ആഭരണങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ഫാഷൻ ഷോ നടത്തുന്ന പോലെ വരികയാണ്. ഇടയ്ക്കൊരു മരണ വീട്ടിൽ ഒരു സിനിമാ നടി വന്നതിനെക്കുറിച്ച് എല്ലാവരും കൂടി രൂക്ഷമായ വിമർശനം നടത്തി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു അച്ചായത്തി പെണ്ണാണെന്ന് കണ്ടു. ക്രിസ്ത്യാനികൾക്ക് നാണക്കേടുണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള ജന്മങ്ങൾ എഴുന്നേറ്റല്ലോ എന്നോർത്ത് ഞാനും ആ കൊച്ചിനെ ഓർത്ത് വിലപിക്കാനിടയായിത്തീരുന്നു. റീന ജോർജ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഗേള്, ഒരു സൗന്ദര്യധാമം അവിടെ വന്ന് മരണ വീട്ടിൽ വന്ന് അവളുടെ ഹെയർ സ്റ്റൈലും അവളുടെ മുടിയൊതുക്കലും അവളുടെ ആ പൊളിച്ച ചിരിയും ജനത്തിന് അരോചകമായി. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നെങ്കിൽ
തീർച്ചയായിട്ടും ഞാൻ ഷൗട്ട് ചെയ്ത് തന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എല്ലാവരും കേൾക്കുകയല്ല, മേലിൽ മോൾ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു തന്നെ. എനിക്ക് അതിനുള്ള പ്രായമുണ്ട്, പക്വതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. നിന്റെ സൗന്ദര്യം കാണിക്കാനും നിന്റെ ഷോ കാണിക്കാനുമുള്ള ഫാഷൻ പരേഡ് അല്ല ഒരു മരണ വീട്. ആരെങ്കിലും ആവട്ടെ മരിച്ചത്, ഒരു സിനി സ്റ്റാറാണ്, ഒരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും പറയുന്നു. ചീഞ്ഞളിഞ്ഞ സിനിമാ നടന്മാരുടെ ഇടയിൽ അല്പം വ്യക്തിത്വം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു നല്ല മനുഷ്യനാണത്രേ. ആ മനുഷ്യൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളും സഹപ്രവർത്തകരും ഉള്ളപ്പോൾ റീന ജോർജ് എന്ന് പറയുന്ന അച്ചായത്തി പെണ്ണ് ഇത്ര വൃത്തികെട്ട ഒരു ഇടപാട് അവിടെ നടത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നാണക്കേടാ. എന്തോ പറയാനാ, ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവിനെ ഹനിക്കുന്നവരാണ് അവർ എന്ന് പറയാനും ഞാൻ സമയമെടുക്കുക. ആ കാര്യം ആർക്കും പറയാമല്ലോ, ന്യായം ആർക്കും പറയാമല്ലോ. സ്തോത്രം. നമ്മൾ അന്ധമായിട്ട് പലതും വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നവരായി തീർന്നു. അന്ധമായിട്ട് വിശ്വസിക്കുന്നവരല്ല, യാഥാർത്ഥ്യങ്ങളുടെ പുറകെ പോകുന്നവരാ. വല്ലയിടത്തും വല്ലവരും പറയുന്നത് കേട്ട് നമ്മൾ അതും ഇതും വിളിച്ച് പറയരുത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാ? മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന ഒരു കല്ലാണ് ഒരു പുതിയ നിയമ വിശ്വാസി. ഈ ചിന്ത നമുക്കുണ്ടാകണം. ആ പഠനം നമ്മുടെ ഹൃദയത്തിലോട്ട് കയറണം. ആ വിഷയം നമ്മുടെ ഹൃദയത്തിലോട്ട് കയറണം. ക്രിസ്തുവിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ. നേരത്തെ ഇവിടെ വായിച്ച വേദഭാഗം എഫെസ്യർ 3:1 മുതൽ 6 വരെയുള്ള വേദഭാഗത്തിൽ നമ്മൾ വായിച്ചു. എന്താണ്? 6-ാമത്തെ വാക്യം വായിച്ചില്ല. ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവാസികൾ, ഏകശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശം, മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശമുണ്ട് നമുക്ക്. വാഗ്ദത്തത്തിന് പങ്കാളികളാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഏക ശരീരസ്ഥരാണ്. ക്രിസ്തുവിൻ്റെ ഒരു പാർട്ടാണ് ഒരു പുതിയ നിയമ വിശ്വാസി. ഇത് ഞാൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? സത്യത്തിൽ എനിത് പറയുമ്പോൾ എനിക്ക് പേടി വരിക. ഒരു തെറ്റിലേക്ക്, ഒരു പാപത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ ചിന്തിച്ചോണം, ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. എൻ്റെ തല ക്രിസ്തുവാ, ഞാൻ ശരീരത്തിലെ ഒരു അവയവമാണ്. ഞാൻ മൂലക്കല്ലാതെ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന ഒരു കല്ല. വേഗം വരുന്ന മണവാളനായി ക്രിസ്തുവിനോട് ചേർക്കപ്പെടാൻ പോകുന്ന മണവാട്ടിയാ ഞാൻ. ആ മണവാട്ടിയായിട്ട് ചെല്ലണമെങ്കിൽ കന്യകത്വത്തെ നഷ്ടപ്പെടുത്താതെ ഞാൻ ജീവിക്കണം. ലോകത്തോട് ഇടകലരാതെ ജീവിക്കണം. ഇന്ന് പാസ്റ്റർമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. കാരണം പാസ്റ്റർമാർ ലോകപ്രകാരമായിപ്പോയി, ജഡീകന്മാരായിപ്പോയി. അഹരോൻ നേതൃത്വ നിരകളിലേക്ക് അവർ താണുപോയി. വിശ്വാസികളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ആത്മീക നേതൃത്വ നിരയാണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. ജഡീകന്മാരായ നേതൃത്വ നിരകൾ, ജഡപ്രകാരം ജീവിക്കുന്നവർ, ആത്മാവിൻ്റെ നടത്തിപ്പില്ലാത്തവർ, ദൈവശബ്ദം കേൾക്കാത്തവർ, ദൈവവചനത്തിൻ്റെ പത്യോപദേശം പഠിക്കാത്തവർ, പഠിപ്പിക്കാത്തവർ, അതനുസരിക്കാത്തവരായി നമ്മുടെ ആത്മീക നേതൃത്വം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി. പരിണിതഫലം വിശ്വാസികൾ കൂട്ടമായി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഇപ്പോൾ മനുഷ്യ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായിട്ട് ഇതിന് പണിയപ്പെടുന്നു. ആത്മീയ യാഗം കഴിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും യാഗം കഴിക്കുക. യഹൂദൻ യാഗം കഴിക്കുന്നു. എന്ത് യാഗം കഴിക്കുന്നു? അവൻ ചെയ്ത പാപത്തിനൊത്ത ആ കാളക്കിടാക്കളെയും ആട്ടുകൊറ്റന്മാരെയും യാഗം നടത്തുന്നു. നമ്മുടെ യാഗമോ? എബ്രായലേഖനം 12:1, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം, നമ്മെ തന്നെ യാഗമർപ്പിക്കുക. നാം ആകുന്ന വ്യക്തിത്വത്തെ ദൈവത്തിൽ യാഗമർപ്പിക്കുക. നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, പഴയ ജീവിത രീതികളെല്ലാം യാഗം നടത്തി അതെല്ലാം ദഹിച്ചു പോകണം.
പഴയതെല്ലാം ദഹിച്ചു പോകണം. കണ്ടാൽ സകലതും പുതുതായി തീർന്നു. ഒരു ക്രിസ്തുവിലായ പ്രതിഷ്ഠിച്ചാൽ പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതുതായി. കാരണം യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എല്ലാ ദിവസവും യാഗം അർപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആയിത്തീരണം. നമ്മുടെ നോട്ട, ചിന്ത, പ്രവൃത്തി, സംസാര ഇടപാടുകളെല്ലാം വന്നുപോയി തെറ്റുകുറ്റങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് കിടക്കുന്നതിന് മുൻപ് രാവിലെ തൊട്ട് നോട്ടം, ചിന്ത, പ്രവൃത്തി, സംസാരത്തിൽ വന്നുപോയി തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു വേണം കിടക്കാൻ. അല്ലെങ്കിൽ കർത്താവ് രാത്രിയിൽ വന്നാൽ നമ്മുടെ കാര്യം പോക്കായി മാറും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആത്മീയ യാഗം നമ്മൾ എല്ലാ ദിവസവും കഴിക്കണം. ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാണ് ഇതിന് പണിയപ്പെടുന്നു. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്നു. എന്തിനാണ്? ആത്മീയ യാഗം കഴിക്കാൻ. അക്ഷരീയ യാഗം യഹൂദന്, ആത്മീയ യാഗം പുതിയ നിയമസഭയ്ക്ക്. റോമർ 12:1-2 വാക്യം. ഈ ലോകത്തിന് നണ്ടുവരാകാതെ വേണം അത് ചെയ്യാൻ. ലോകത്തിലെ അശുദ്ധി മുഴുവനും പറ്റിപ്പിടിച്ചിരുന്നിട്ട് വലിയ യാഗം കഴിച്ച ആര് പ്രസാദിക്കാനാ? തനിച്ചു മാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. ജാതികളെപ്പോലെ ജീവിക്കാനല്ല നമ്മൾ. ഇന്ന് ജാതികളെപ്പോലെ ജീവിക്കുന്ന പെന്തക്കോസുകാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. എഫേസ്യർ 4:17 വാക്യം തൊട്ട് വായിക്കുമ്പോൾ ജാതികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കുക. എഫേസ്യർ 4:17 മുതൽ. ആകിയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നകന്ന് മരം തഴപ്പിച്ചു പോയവർ. ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ജാതികൾക്ക് 7 കൂട്ടം കാര്യങ്ങൾ. അവർ വ്യർത്ഥബുദ്ധിയുള്ളവരാണ്, അവർ അന്ധബുദ്ധികളാണ്, അവർ അജ്ഞാനികളാണ്, അവരുടെ ഹൃദയകാഠിന്യമുള്ളവരാണ്, അവർ ദൈവത്തിൻ്റെ ജീവനിൽ നകന്ന് മനം തളമ്പിച്ചു പോയവരാണ്, അവർ അത്യാഗ്രഹമുള്ളവരാണ്, അവർ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. നമ്മൾ അങ്ങനെയുള്ളവരല്ല. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചു എങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി ഒതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാന്തരമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം, സത്യനീതി, വിശുദ്ധി, പരിജ്ഞാനം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യൻ. ജാതികളല്ല നമ്മൾ. പെന്തക്കോസ്തരെല്ലാം ജാതിയിൽപ്പെട്ടവരാ, നല്ലൊരു ശതമാനം. മനസ്സിലായോ? അതുകൊണ്ടാണ് നിത്യത പ്രാപിക്കാൻ തടസ്സമെന്ന് ഞാൻ പറയുന്നത്. ജാതികളെപ്പോലെ ജീവിക്കുന്ന പെന്തക്കോസ്തർക്കിട്ട് ഏത് സ്വർഗ്ഗമാണ് അവർക്ക് വേണ്ടി പണിത് വെച്ചിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവവും ഉപദേശം പഠിച്ചവർ പ്രാപിച്ചെടുക്കണം. അല്ലാതെ അങ്ങോട്ട് പോക്ക് നടക്കത്തില്ല. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഞാൻ വരിക. സ്തോത്രം. 7-ാം വാക്യം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, യേശുവിനുള്ള മാന്യത. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടച്ചക്കല്ലും താളങ്കൽ പാറ. അപ്പോൾ വിശ്വസിച്ച് വ്യവസ്ഥപ്രകാരം പോകുന്നവർക്ക് ഈ കല്ല് നല്ല കല്ല, മൂലക്കല്ല. അല്ലെങ്കിൽ എന്തു പറ്റും? ഇടച്ചക്കല്ലും തളങ്കൽ പാറയുമായിട്ട് മാറും. സ്വർഗത്തേക്ക് പോകാൻ തടസ്സം ഈ കല്ല് തന്നെയാണ്. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടത്തില്ല, എന്ത് സാരം. രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റോ നിത്യത പ്രാപിക്കണമെങ്കിൽ ഈ മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാരിൽ തരുന്ന ഉപദേശപ്രകാരം പണിയണം. അതിന് വേറൊരു ഭാഗം കൂടിയുണ്ട്, എഫേസ്യ ലേഖനം. അതുകൂടി ഒന്ന് കോർത്തിണക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകും. 3 വേദഭാഗങ്ങളാണ് ഈ മൂലക്കല്ലുമായിട്ട് ചേർത്ത് പഠിക്കേണ്ട വിഷയം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയും, എഫേസ്യ ലേഖനം
2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയും 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ചേർത്താണ് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്നതിൻ്റെ ഉപദേശം നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. നല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഇണചേരേണ്ട ഉപദേശങ്ങളെ കോർത്തിണക്കണം. അതിന് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഉപദേശങ്ങൾ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെ അത് കിട്ടും. സ്തോത്രം. ഈ ഉപദേശങ്ങൾ ചേർത്തിണക്കിയാണ് പുതിയ നിയമസഭയുടെ പണി. അപ്പോൾ പുതിയ നിയമസഭയുടെ പണിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം, 1 പത്രോസ് 4-ാം അധ്യായം. ഈ 4 അധ്യായങ്ങളിലുള്ള വിഷയങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോർത്തിണക്കി വേണം പുതിയ നിയമസഭയുടെ പണിയെക്കുറിച്ച് പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മൾ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള കാശ് കിട്ടും, കാറ് മേടിക്കാനുള്ള കാശ് കിട്ടും, കുട്ടികളെ നഴ്സിങ്ങിന് പഠിപ്പിക്കാം, ഡോക്ടറെ പഠിപ്പിക്കാം, ഇതെല്ലാം കിട്ടും. ആത്മീകമായി നിത്യത പ്രാപിക്കണമോ? ഈ പഥ്യവചനം പഥ്യോപദേശം പ്രസംഗിച്ച് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിത് വിശ്വാസികളെ ആത്മീകരാക്കിയെടുക്കണം എന്ന് സാരം. അതിൻ്റെ എഫേസ്യർ 3:2-19 വായിക്കുന്നു. ആകയാൽ നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. അപ്പം നമ്മൾ ദൈവ കുടുംബത്തിൽപ്പെട്ടവരാ. യേശുക്രിസ്തുവിൻ്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. കണ്ടോ? അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോൾ പണിയുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. കല്ല് കൊണ്ടുവരുന്ന ആരാ? കർത്താവിൻ്റെ ശിഷ്യന്മാർ, പാസ്റ്റർമാർ. അവർക്കിപ്പോൾ കല്ല് കൊണ്ടുവരാനും കല്ല് വെട്ടുകുടിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൊണ്ട് പണിതെന്നാണ് പഴയ നിയമത്തിൽ കാണുന്നത്. ഇപ്പോൾ വെട്ടുകുടിയിൽ വെച്ച് കുറവ് തീർക്കണമെന്നില്ല, സഭയെ കൊണ്ടിട്ടാണ് കുറവ് തീർക്കുന്നത്. അതാണ് അടിയും ബഹളവും കേസും കോടതിയും വഴക്കൊക്കെ സഭയിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ? പഴമക്കാർ പറഞ്ഞപ്പോഴേ എനിക്കും മനസ്സിലായി. ഇന്നിപ്പോൾ അങ്ങനെയുള്ള പഠിപ്പിക്കലൊന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല, എല്ലാവരും അങ്ങ് പൊക്കോളും 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 എന്ന് പറഞ്ഞിരിക്കുക. എങ്ങോട്ട് പോണ കാര്യമാണ്? സ്വർഗത്ത് പോകണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്, അതിന് ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട്, അതിന് ശക്തമായ വചന പഠനങ്ങളുണ്ട്, പ്രമാണങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ ഭാവം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടതായിട്ടുണ്ട്. അതിനാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ചുമ്മാ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ വായി വരുന്നത് മനസ്സിൽ തോന്നുന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്തോത്രാഴ്ച കിട്ടും. നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നടക്കും. ആത്മീകമായി ഒരു മുടിനാര് പോലും പണിയപ്പെടത്തില്ല. അതിനാണ് ഈ ഉപദേശം ഞാൻ ശക്തിയോടെ പറയുന്നത്. ഒരുപക്ഷെ നാളെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും വാട്സപ്പിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടും. സഭ പണിയാനുള്ള മെസ്സേജ്, ഒരു ആത്മീകനായി ജീവിച്ച് നിത്യത പ്രാപിക്കാനുള്ള മെസ്സേജ്. ഇന്നിപ്പോൾ കല്യാണം നടത്താനും കുടിച്ചിടാനും പിന്നെ സ്നാനപ്പെടുത്താനും ഒക്കെയാണ് സഭകൾ. ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് മേടിച്ചു തരാൻ കുറേ പാസ്റ്റർമാർ, അതിൻ്റെ ഓഹരി പറ്റി സൂഹിക്കാൻ കുറേ പേര്. ആത്മീകരില്ലാത്തൊരു കാലഘട്ടമായി മാറി. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ചെറിയ ശേഷിപ്പ്, ഒരു ചെറിയ ശേഷിപ്പ്, ഒരു ചെറിയ ശേഷിപ്പ് അതെക്കാലത്തും ഉണ്ട്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിൽ 2 പേരും നോഹയുടെ കാലത്ത് 8 പേരും ഒക്കെ ഉള്ളൂ. ഇക്കാലത്ത് ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കപ്പെടണം, അത് വിശ്വസിക്കണം. ആ വചനങ്ങൾ വിശ്വസിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നീതി ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 10:3-10 മുതൽ 5 വരെയും എഫേസ്യ ലേഖനം 2:19 മുതൽ 22 വരെയും 1 പത്രോസ് 2:4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ ആണ് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടാൻ അപ്പോസ്തലന്മാർ തരുന്നത്. ദയവായിട്ട് ഇതൊന്ന് കേട്ട് ഇതൊന്ന് എഴുതി വെച്ച് നിങ്ങൾ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 9-ാം വാക്യം, നിങ്ങളോ
അന്ധകാരത്തിൽ നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. എത്ര മനോഹരമായ നിലയിലാണ് പൗലോസ് ഈ വിഷയങ്ങൾ എഴുതി വയ്ക്കുന്നത്. ശ്രദ്ധിച്ചറിയോ മക്കളെ? നിങ്ങൾ ആരാ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തമസ്സോമാ ജ്യോതിർഗമയ, തമസ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്തോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, മൃത്യോർമ അമൃതം ഗമയ, മരണകരമായ അവസ്ഥയിൽ നിന്നും നിത്യജീവനിലേക്കും. ആ 3 അനുഭവത്തിലേക്ക് നടത്തിയത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഹൈന്ദവ മുനിമാര് ഈ ശ്ലോകം പാടി 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 അവർ ചിതൽപ്പുറ്റുകളായി മരിച്ച് അവർ നാശത്തിലേക്ക് പോയപ്പോൾ, ഓ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ്, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിലെ 2-3 വാക്യങ്ങൾ വായിക്കാതെ എനിക്ക് തരമില്ല. കാരണം അത്ര മനോഹരമായ നിലയിൽ അപ്പോസ്തലൻ അത് എഴുതി വച്ചിരിക്കുക. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യേശുക്രിസ്തു വെളിച്ചമാണെന്നുള്ളതിൻ്റെ ശക്തമായ പ്രബോധനം ഒത്തിരി ഭാഗങ്ങളിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ 1:9 മുതൽ അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തമായിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അവകാശം കൊടുത്തു. ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം എന്നുള്ളത് KJV ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ പവർ, ശക്തി കൊടുത്തു എന്നാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് യോഹന്നാൻ വന്നത്. അവൻ വെളിച്ചമായിരുന്നില്ല, യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിൻ്റെ സാക്ഷിയാ. വെളിച്ചം ആരാണ്? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം യേശു ക്രിസ്തുവാണ്. ഹൈന്ദവ സഹോദരന്മാരെ, നിങ്ങളിത് കേട്ടാൽ നിങ്ങൾ ചിന്തിച്ചോ, തമസ്സോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞ അക്ഷര ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് ക്രിസ്തുവാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ ജീവൻ്റെ അപ്പം. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗത്തിലേക്ക് എത്താനുള്ള ഗോവേണി കർത്താവായ യേശുക്രിസ്തുവാണ്. ജീവൻ്റെ വെളിച്ചമാണ്, ജീവൻ്റെ അപ്പമാണ്. ഒത്തിരി എനിക്ക് പറയാനുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ